സ്കിന്നിൽ നമ്മൾ കുറേ പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് നോക്കാറുണ്ട് അല്ലെ, കുറേ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ റെമഡീസും ഒക്കെ. അതിൽ ശരിക്കും നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഉപയോഗിക്കാനേ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തതും ഉപയോഗിക്കാനേ പാടില്ലാത്തതുമായിട്ടുള്ള അത്തരം ചില പ്രോഡക്ട്സും ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പാരബീൻ അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഒരു കാരണവശാൽ നമ്മളുടെ സ്കിന്നിൽ യൂസ് ചെയ്യരുത്. അതായത് നമ്മൾ വാങ്ങിക്കുന്ന ഫൗണ്ടേഷൻ, BB ക്രീം, അല്ലെന്നുണ്ടെങ്കിൽ ലോഷൻസ് തുടങ്ങിയിട്ടുള്ളവയിലൊക്കെ നമ്മുടെ അതിൻ്റെ പുറകിലുള്ള കണ്ടന്റ് വായിച്ചു നോക്കുക. അതിൽ ചിലതൊക്കെ ചിലർക്ക് അലർജി ആയിരിക്കും. അങ്ങനെയുള്ളവർ ആ കണ്ടന്റും കൂടെ നോക്കി മനസ്സിലാക്കി വാങ്ങിക്കാതിരിക്കുക. പാരബീൻ അടങ്ങിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാധനം, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കുക. പാരബീൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം വാങ്ങി യൂസ് ചെയ്യുക. രണ്ടാമത്തേത് ബോഡി ലോഷൻ. നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ ബോഡി ലോഷൻ എന്ന് പറയുന്നത്. ബോഡി ലോഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഫേസിന് താഴേക്കുള്ള കൈകൾക്ക് കാലുകൾക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നത്. ഈ ബോഡി ലോഷൻ കുറച്ച് ഹെവി ആയിരിക്കും, അതുപോലെ കുറച്ച് ഗ്രീസി ആയിരിക്കും, കുറച്ച് അധികമായിട്ട് ഒരു ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നായിരിക്കും. സോ ഇത് നമ്മുടെ ഫേസിന് പറ്റില്ല. ഫേസിന് എപ്പോഴും മൈൽഡ് ആയിട്ടുള്ള, ഒരുപാട് ഗ്രീസി അല്ലാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് നല്ലത്. അതുകൊണ്ട് ബോഡി ലോഷൻ ഒരിക്കലും നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുക. ഫേസിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകൾ മാത്രം യൂസ് ചെയ്യുക. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ഷുഗർ ആണ്, അഥവാ നമ്മുടെ സ്വന്തം പഞ്ചസാര. ഞാൻ തന്നെ പലപ്പോഴും പല സ്ക്രബുകളിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവശാലും ഒരുപാട് പഞ്ചസാര നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ പാക്കുകൾ തയ്യാറാക്കുമ്പോൾ, സ്ക്രബുകൾ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും ഒരു കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് അത് അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് ഒന്ന് കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അഥവാ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ, വളരെ പ്രഷർ കുറഞ്ഞ രീതിയിൽ മാത്രം ഉപയോഗിക്കുക. അടുത്തത് ഹോട്ട് വാട്ടർ ആണ്, അതായത് ചൂടുവെള്ളം. ചില ആളുകൾക്കൊരു വിനോദമുണ്ട്, ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് അങ്ങ് കഴുകും. എന്നാൽ ഇങ്ങനെ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഫേസ് കഴുകി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫേസിലുള്ള സ്വാഭാവികമായിട്ടുള്ള എണ്ണമയം അങ്ങ് ഇല്ലാണ്ടാവും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഫേസ് അങ്ങ് ഡ്രൈ ആകാൻ തുടങ്ങും. സോ അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുന്ന ആളുകളാണ് നിങ്ങൾ ആരെങ്കിലും എങ്കിൽ അതങ്ങ് ഒഴിവാക്കിയേക്കുക. നാരങ്ങ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകളൊക്കെ ഞെട്ടും. നാരങ്ങ നീര് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, അതായത് നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നാരങ്ങ നീര് ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നാരങ്ങ നമ്മൾ അങ്ങനെ തന്നെ ഫേസിൽ ഡയറക്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറിറ്റേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നാരങ്ങ. പക്ഷെ നാരങ്ങ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ പലതരത്തിലുള്ള അലർജിയും ഇറിറ്റേഷനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ കൂടെയോ, അല്ല എന്നുണ്ടെങ്കിൽ നന്നായി വെള്ളവുമായി ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. ചില ആളുകൾ ചില ഹാക്കുകളൊക്കെ കണ്ടിട്ട് ടൂത്ത് പേസ്റ്റ് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറാൻ വേണ്ടിയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ പല്ല് തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ടൂത്ത് പേസ്റ്റ്. അതൊരിക്കലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ ഗുണങ്ങളും ഉണ്ടാവില്ല, നേരെ മറിച്ച് ദോഷം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ചർമ്മത്തിന് പലതരത്തിലുള്ള ഡാമേജും ഇറിറ്റേഷൻസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് ബേക്കിംഗ് സോഡ. ചില ആളുകൾ ബേക്കിംഗ് സോഡ വെച്ചിട്ട് നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും ചില ഹാക്ക് വീഡിയോസ് ഒക്കെ. എന്നാൽ അങ്ങനെ നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് നമ്മുടെ ചർമ്മത്തെ ഇറിറ്റേറ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ബേക്കിംഗ് സോഡയോ ടൂത്ത് പേസ്റ്റോ ഒന്നും ഫേസിൽ ഉപയോഗിക്കാതിരിക്കുക. ഇതുപോലെ തന്നെ ഗ്ലൂ ഉപയോഗിക്കുന്നവരുണ്ട്. ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ ഫേസിലെ മാസ്ക് പോലെ അപ്ലൈ ചെയ്ത് ആ ഗ്ലൂ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് അത് പറിച്ച് മാറ്റിയിട്ട് നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആയി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയി എന്ന് പല വീഡിയോസും കാണിക്കുന്നുണ്ട്. ആ വീഡിയോസ് കണ്ടിട്ട് ഇത് ചെയ്യാൻ പോകുന്ന ആളുകൾ ശരിക്കും പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൂ എന്ന് പറയുന്നത് അത് നമ്മൾ ഒട്ടിക്കാനും സാധനങ്ങൾ ഒട്ടിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ധാരാളം കെമിക്കലും ഉണ്ട്. നമ്മുടെ ചർമ്മത്തിൽ നമ്മുടെ ഫേസിൽ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഇറിറ്റേഷൻസ് ഉണ്ടാകാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഗ്ലൂ ഒന്നും ഉപയോഗിക്കാതിരിക്കുക.
വാക്സുകൾ, അതായത് നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാലുകൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്സുകൾ എടുത്ത് ഫേസിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അലർജീസും ഇറിറ്റേഷൻസും ഉണ്ടാവും. അത് നമ്മളുടെ കാലുകൾക്കും കൈകൾക്കും വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ഫേഷ്യൽ ഹെയർ റിമൂവറുകളുണ്ട്, നാച്ചുറൽ റെമഡീസ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഫേഷ്യൽ റേസറൊക്കെ നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ളവ മാത്രം ഉപയോഗിക്കുക, മറ്റുള്ളവയൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡിയോഡറൻറ്റ്. ചില ആളുകൾ പ്രൈമർ എന്ന രീതിയിലും അതുപോലെ മേക്കപ്പ് സെറ്റ് ചെയ്യാനൊക്കെ ഡിയോഡറൻസും അതുപോലെ ഹെയർ സ്പ്രേകളും യൂസ് ചെയ്യാറുണ്ട്. ഒരിക്കലും അതൊന്നും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഫേസിൽ മൈൽഡ് ആയിട്ടുള്ള ഫേസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പയർഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നതും നല്ല ഡാമേജ് ഉണ്ടാക്കും നമ്മുടെ സ്കിന്നിന്. എക്സ്പയർഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ മാത്രമല്ല, എക്സ്പയർഡ് ആയിട്ടുള്ള മറ്റെന്ത് പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചാലും നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആകും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതും അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് ലിമിറ്റ് വേണ്ടതുമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി മാത്രം ഉപയോഗിക്കുക. ചിലതരം ഹാക്കുകളൊക്കെ കണ്ടിട്ട് അതെല്ലാം എടുത്ത് ഫേസിൽ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നാളെ നമ്മൾ തന്നെ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.